ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഷിമക്കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിലുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളെ കാണുന്നുണ്ട്, ക്യാമറ അങ്ങോട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മണ്ടി പോകുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് മഹാറാണി കട്ട കയറിയത് കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ വലിയ ഏട്ടത്തിയും കുട്ടിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മഹാറാണിക്ക് ഇങ്ങനെ കയറുകയാണ്. മഹാറാണിന്ന് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ കടയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ്. പക്ഷേ മഹാറാണി കയറി നോക്കുക, എന്താ അവസ്ഥ നോക്കുക. ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സും കടയൊക്കെ കണ്ടാൽ രണ്ടാളും ഫസ്റ്റ് മണ്ടി പഞ്ഞ് നടക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലിഫ്റ്റ് കയറിയിട്ടോ. ലിഫ്റ്റ് കയറിയപ്പോൾ കുട്ടികൾക്ക് രണ്ടാൾക്കും ലിഫ്റ്റ് കയറുന്നത് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. വേറെ ഒന്നും വേണ്ട, അവർക്ക് ലിഫ്റ്റ് കയറി ഇങ്ങനെ നടക്കുക. എന്നിട്ട് പെട്ടെന്ന് പോരും വേണം. എന്നിട്ട് ലിഫ്റ്റ് കയറുക വെച്ച് ഇറങ്ങണം, അതിനിളകുക. എവിടെ പോയാലും ഇതവസ്ഥ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റേക്ക് കണ്ടേക്കോല് ചോദിച്ച് ചോളി വേണോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോളിയോ കുട്ടിക്കോ എന്നൊക്കെ ഒരു രീതിയിലാട്ടത്. കാരണം കുട്ടിക്ക് ഇപ്പോൾ ചോളിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഗൈസ്. നമുക്ക് ഇട്ട് കൊടുത്തപ്പോൾ അതിലാറെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ 2-3 കളർ ചേഞ്ച് കാട്ടി തന്നു. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഇതാ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഇത് സെറ്റാക്കി. ഷീമനെ കുറേ നേരം വലിച്ചു പിടിച്ച് കൊണ്ടുവരുന്നോള് ഇടാൻ വരുന്നില്ല. പക്ഷേ ഷീമ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ വാവ് എന്നൊക്കെ പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട് ഇതിൻ്റെ മുഖത്ത്. അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സ് സെറ്റാക്കി. ഇത് ഒക്കെ ഇട്ടിട്ട് നല്ല ചുരുക്കുണ്ട്. വലിയൊരു കുട്ടികളെ മരിക്കത്തെ ഒരു ലുക്ക് അല്ലേ. കണ്ണാടിയിൽ ഉമ്മയ്ക്ക് വെച്ച് കണ്ട പോകണത് എല്ലാവർക്കും ഇഷ്ടമായിക്കുന്നു. ഉമ്മാക്ക് ഓക്കെ കാട്ടിക്കോട്ട് നോക്കി തറഞ്ഞു കൊടുക്കണ്ട ഷീമ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഓളെ വലിച്ചോണ്ടിയ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട്. ഇതു ഷാളിട്ടാണ് അതിന് നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഓൾക്ക് അങ്ങനെ കടയിൽ കയറുന്നത് പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സിൻ്റെ ഇടയിൽ കയറി കളിക്കുക, അതിനൊക്കെയാണ്. ഷീമ എന്നിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്, ഷാളൊക്കെ ഇട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സ് സെറ്റാക്കി. കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആ ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞങ്ങളത് ഉറപ്പിച്ച് പോന്ന്. പിന്നെ ഞങ്ങൾ പോകുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ടാറ്റൊക്കെ കൊടുത്ത് പോരാൻ നിൽക്കും. ഞങ്ങൾ വരണ്ടേ. പിന്നെ സിധുവിന് ഷിമക്കും പിന്നെ ലിഫ്റ്റിൽ കയറുക എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓലുണ്ടാവും. ഷിമക്കുട്ടി എത്ര വട്ടം മഹാറാണിക്ക് പോയാലും ഈ വളൻ്റെ സെക്ഷനിൽ വന്നുകൊണ്ട് നമുക്ക് ഈ വള വാങ്ങാം, തിരക്കേടില്ല, വേറെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഓൾ ഒരേ പാളെ പിന്നെയും വാങ്ങും. എന്നിട്ട് അത് ഇവിടെ കൊണ്ടിങ്ങനെ വെക്കുക. അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങണ്ടെന്ന് പറഞ്ഞു. സിധു കുയിൻ്റെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. സിധുവിന് മോതിരം കിട്ടിയില്ല പറഞ്ഞാൽ അവിടെ എന്താണ് ഫാൻസി സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ് അവിടെ. അതുകൊണ്ട് ഓന് വാങ്ങിക്കൊടുത്തില്ല. പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ പർച്ചേസിങ് അവിടുത്തെ കഴിഞ്ഞു. സിധു കുയിന്തിൽ തന്നെയാണ് ഇപ്പോഴും. കുറച്ച് കഴിഞ്ഞ് സെറ്റാക്കണം, അത് കുയിൻ്റെയൊക്കെ മാറ്റണം. അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കാറ് അവിടെ ഉണ്ട്, എന്താണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിക്കിയിൽ കാറിൽ കൊണ്ടുപോയി വെച്ച് ഡ്രസ്സൊക്കെ അങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാൻസി കടയിൽ കയറി. കുട്ടിക്ക് അനുസരിച്ച 2 വാളയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾക്ക് പറ്റിയൊരു വാളയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ കമ്മലിനൊക്കെ ഭയങ്കര വിലയാണ്, 50-60 രൂപയൊക്കെ. അതിന് മാത്രം ഉണ്ടെങ്കിൽ തിരക്കില്ല. പിന്നെ ഞങ്ങൾ സിധുവിൻ്റെ ഒരു മോതിരം വാങ്ങി. അവൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് കളർ മോതിരം, അതിനോ കാര്യമായിട്ട് ഇളകി നിന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വലിയ താത്താക്ക് എന്താണ് ഒരു ചെയിൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താണ് ധന്യ ജ്വല്ലറിയിൽ അവിടേക്ക് വന്നു. അവിടെ വന്നുകൊണ്ട് ഞങ്ങൾ സിമ്പിൾ ചെയിൻ, ഈ കാണുന്ന ചെയിനാണ് താത്താക്ക് ഞങ്ങൾ വാങ്ങി വെച്ചത്. ഉണ്ടാവും, നല്ല രസമുണ്ട് കാണാനും. ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളൊരു ഇയറിങ്സൊക്കെ നോക്കി. എനിക്ക് അപ്പോഴേക്കും ചടച്ചിക്കണം. കുറേ നേരം അവിടെ ഇങ്ങനെ മൊയിൻ്റടിച്ച് നോക്കി നിൽക്കണം ഞങ്ങൾ. ഉമ്മാക്കും മതിയാക്കി. പിന്നെ കുറേ ഇയറിങ് നോക്കി. ഓളൊക്കെ അതിന് പറ്റിയത് ചെറുത്ത് നോക്കുകയാണ്, മേക്കാതിനൊക്കെ ഇടാൻ പറ്റിയ. അതൊന്നും നോക്ക് വേണ്ട അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊരു റിങ് വാങ്ങിപ്പോന്ന്. മാലക്കനുസരിച്ചുള്ളൊരു റിങ്ങാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് നീച്ച് വേറെ സ്ഥലത്ത് വന്നിരുന്നു. ഇമ്മ ധന്യയിൽ കുറി എടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ അവിടെ ബിസിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുതിര കളിച്ച് നിൽക്കുകയാണ്. ചടച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മോയന്തടിച്ച് നിൽക്കല്ലേ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മാലയും റിങ്ങും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. കുട്ടിയൊക്കെ 2 മുട്ടായൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ റോട്ടും അങ്ങനെ നിൽക്കുകയാണ് വണ്ടിയും കാത്ത്. ഞങ്ങൾ അയൽവാസി കാക്കാനെ ഏട്ടനെ കിട്ടീനി അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവരോട് കുറച്ച് സംസാരിച്ചങ്ങാണ്ട് അവിടെ നിന്ന് പിന്നെ
കാറിലേക്ക് പോവുകയാണ്. കാറ് എന്താണ് മഹാറാണീൻ്റെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ധന്യ കുറച്ച് ഇപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോയി. പിന്നെ അവിടെ പാർക്കിംഗ് സ്ഥലം ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങനെ നോക്കി നിന്ന്. ഇനി നമുക്ക് എന്താ പ്ലാനിങ് വെച്ചാൽ സിനിമൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ താത്താൻ്റെ ജ്വല്ലറി വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ താത്താൻ്റെ ജ്വല്ലറി വാങ്ങാൻ അങ്ങനെ കയറിയതാണ്. എല്ലാത്തിനും ഒരു കഴിഞ്ഞു പോയോ, നമുക്ക് അതിനായിട്ട് പോകണ്ടല്ലോ. അങ്ങനെ പിന്നെ ഓളെ ഡ്രസ്സൊക്കെ വാങ്ങി. എനിക്ക് ഫാൻസി സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയെങ്കിൽ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓളെ ബർത്ത്ഡേ 20-ാം തീയതിയാണ്. നമുക്ക് ഇൻഷാല്ലാ നല്ല ഇതിൽ കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ ഇതിലൊന്നുമല്ല, ചെറിയൊരു രീതിയിൽ നമ്മളെല്ലാവരും വീട്ടുകാർ മാത്രമേ ഉള്ളൂ. കേക്കൊക്കെ ഞാൻ തന്നെ തികച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിലിങ്ങനെ വാങ്ങണം. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ ജാംജൂമിൽ കയറി. പച്ചക്കറിയും കേക്കിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്താണ് വാങ്ങാൻ വേണ്ടിയിട്ട് ജാംജൂമിൽ കയറി. അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ എനിക്ക് സാധനങ്ങൾ വാങ്ങണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് അത് ആ ഭാഗം മാത്രമല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിമക്കും സിധുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്. അതിൻ്റെ ഇടയിൽ ഒരു ജാംജൂമിൽ കയറിയപ്പോൾ ഒരു കിൻഡർ ജോയൊക്കെ എടുത്ത് അവിടെ തന്നെ പൊട്ടിച്ച് തിന്നലും തുടങ്ങിയിട്ടുണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് എന്താണ് നമ്മളെ വണ്ടി കയറിയാണ്ട് പോകുകയെന്ന് വെച്ചാൽ ഇനി നേരെ പെരേക്ക് പോകുകയാണ്. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോയിങ്ങാണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ചായ കുടിച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ശീമക്കുട്ടീൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല. ബർത്ത്ഡേൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ്.